ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങളൊക്കെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം ഒരുവിധം ആളുകൾ പറയുന്നത് നമ്മൾ വിചാരിച്ച ലെവൽ, അതായത് നമ്മളൊരു കാര്യം എക്സ്പെക്ട് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. ടൈറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കും, SCRT ഒക്കെ ഒരുപാട് വായിച്ച് അത് SCRT കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളെ പഠനം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ലെവലിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചോദ്യം വന്നത്. മലയാളം ഒന്നും നമ്മൾ പഠിച്ച സാധനം ഒന്നും അല്ല വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ട്വിസ്റ്റ് ആയിരുന്നു ആക്ച്വലി ഈ UPSC എക്സാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരു വിഭാഗം ആളുകൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിച്ചിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് ഇത് ടഫായിട്ടുള്ള ഒരു എക്സാം ആയിട്ടാണ് തോന്നിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മീഡിയം അല്ല, ഒന്നെങ്കിൽ നല്ല ഈസി അല്ലെങ്കിൽ ടഫ്, ഈ ഒരു റേഞ്ചിലാണ് എക്സാം എനിക്ക് തോന്നിയിട്ടുള്ളത് എഴുതി കഴിഞ്ഞപ്പം. അപ്പം ഇംഗ്ലീഷും മലയാളമാണ് ഒന്ന് കുഴപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളം ആയിരിക്കും കുറച്ചുകൂടി, ഇംഗ്ലീഷ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ആ ഗ്രാമർ പോർഷനും പാസേജിന്റെ ആ ഭാഗമൊന്നും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. മാത്സ് ചെയ്യാൻ അധികം സമയം എടുത്തവർക്കായിരിക്കും ചിലപ്പോൾ സമയം തികയാതെ വന്നത്. എനിക്ക് കറക്റ്റ് ടൈം ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരിത്തിരി സമയം എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. 5 മിനിറ്റിന്റെ അടുത്തില്ല, എന്നാലും ആ ഒരു സമയത്ത് നമുക്കൊരു പരിപാടി ഉണ്ടല്ലോ, കുറച്ചെണ്ണം ചെയ്യാത്തത് പോയി നോക്കുക എന്നുള്ളത്. അങ്ങനെ കുറച്ചെണ്ണമൊക്കെ പോയി ചെയ്തു. ചില ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അറിയാം, പക്ഷെ എന്തോ ഒരു പേടി, എഴുതിയാൽ നെഗറ്റീവായി പോവോന്ന്. നമുക്ക് നെഗറ്റീവ് വന്നാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് വെറുതെ ആയി പോയില്ലേ. അതുകൊണ്ട് അതൊരു പേടി ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാൻ. പക്ഷെ ഇവിടെ വന്ന് ആൻസർ കീ നോക്കിയപ്പം ഞാൻ എഴുതണമെന്ന് വിചാരിച്ചത് ശരി തന്നെയായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അത് നമുക്ക് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ എക്സാം ടൈറ്റോ അല്ലെങ്കിൽ ഈസിയോ എന്തോ ആയിക്കോട്ടെ, LPSA മുന്നിലുള്ളവർ ഒരിക്കലും ഒരു നിരാശയും വേണ്ട, നിരാശപ്പെടുകയേ വേണ്ട. ഇതിന്റെ നിരാശ ഇനി അതിന്റെ റിസൾട്ടിനെ ബാധിക്കരുത്. ഇത് ടഫായിട്ടുള്ളവർ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം. റിവിഷൻ തന്നെ ചെയ്തോ. പഠിച്ചതെല്ലാം ഒന്നും കൂടി പഠിച്ചോ. വരികൾക്കിടയിലൂടെയൊക്കെ വായിച്ചോ. ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിട്ടുകളയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ ഒരു വലിയ പോയിന്റ് ആയിരിക്കും ചിലപ്പം പഠിക്കുന്നുണ്ടാവുക. ആ വലിയ പോയിന്റിന്റെ ഇടയിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അത് ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പം ഈ ഒരു എക്സാമിൽ നമ്മൾ എന്തൊക്കെ പോരായ്മകളാണോ വരുത്തിയിട്ടുള്ളത് അത് ഇനി ആവർത്തിക്കാതിരിക്കുക. ഇവിടെ നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകളാണോ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അത് അവിടെ നികത്താൻ ശ്രമിക്കുക. LPSA ഉള്ളവരോടാണ് പറയുന്നത്, ഒരിക്കലും ഇതിന്റെ ഒരു എഫക്റ്റ് അതിനെ ബാധിക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് അത് ഇനി കൈവിട്ട് കളയാൻ പറ്റില്ല. നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കറിയാം, ഞാൻ ചാനലിൽ ക്ലാസ്സുകളൊന്നും ഇടാറില്ല. തൊഴിൽ വാർത്തയിലെയും ഹരിശ്രീയിലെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനി അതിൽ വരാൻ ചാൻസ് ഉണ്ട്. ഹരിശ്രീ ആയാലും തൊഴിൽ വാർത്തയായാലും അതിലൊക്കെ ഇനിയും ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള LPSA വരെയുള്ള കാര്യങ്ങൾ വരും. അപ്പം അതും അതിന്റെ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പം LPSA വരെ എന്തായാലും വീഡിയോസ് ചെയ്യൂട്ടോ. നിങ്ങൾക്കറിയാലോ, എനിക്ക് LPSA ഇല്ല. എൻ്റെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അറിയുന്നത് പേടിച്ചിട്ട് എഴുതാതെ വിട്ടു. പക്ഷെ അത് ആൻസർ കീ നോക്കിയപ്പോൾ ശരിയാണെന്ന് മനസ്സിലായപ്പോൾ ഒരു ചെറിയ വിഷമം. ഒരു 5 എണ്ണം തെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്സിൽ നിന്ന് ഒരു ഡിജിറ്റ് മാറിപ്പോയപ്പം ആൻസർ മാറിപ്പോയി. അങ്ങനെ ഒരെണ്ണം തെറ്റിച്ചു. അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറിയ ചില മിസ്റ്റേക്കുകൾ. ആ കമ്മീഷനൊക്കെ ഞാൻ തെറ്റിച്ചു കേട്ടോ. കോത്താരി കമ്മീഷനാണെന്ന് എനിക്കറിയാം. ഞാൻ എങ്ങനെയാണ് ഓപ്ഷൻ A കൊണ്ടുപോയി കുത്തിയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാനത് കറപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാൻ എന്താ ചെയ്തത്. അത് ഓവർ കോൺഫിഡൻസാ. കാരണം കമ്മീഷൻ പഠിച്ചിട്ട് പോയൊരു സാധനം, എന്നിട്ട് ഞാൻ അതെങ്ങനെ തെറ്റിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനത്തെ ചില സാധനങ്ങൾ ഒരു 5 എണ്ണം എനിക്ക് ഞാൻ തെറ്റിച്ചു. ബാക്കി നോക്കുവാണെങ്കിൽ ഒരു കട്ട് ഓഫ് ഒരു 65 ആണെങ്കിൽ എന്തായാലും അതിന്റെ മുകളിൽ കിട്ടും. ആൻസർ കീ നോക്കിയപ്പം 70 മാർക്ക് ഉണ്ട്, ബോർഡറിലാണ്. 70 പോയിന്റ് ഉള്ളൊരു മാർക്കാണ് എനിക്ക് കിട്ടിയത്. നമുക്കറിയില്ല, ആൻസർ കീ വരണം. ഏതൊക്കെയോ കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മാത്സിൽ ഏതോ ഒന്ന് നോട്ട് ആൻസറബിൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്നും പറയാൻ കഴിയില്ല. 70 താഴെ പോവോ 70ന്റെ മുകളിൽ പോവോ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പം എൻ്റെ ഒരു മാർക്ക് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്.
അപ്പം നെഗറ്റീവുകൾ വരുത്തിയതുകൊണ്ടാണ് അങ്ങോട്ട് കുറഞ്ഞു പോയത്. 5 എണ്ണം ആണെങ്കിലും 5 എണ്ണം നെഗറ്റീവ് വരുത്തുക എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ പോയിന്റിനാണ് നമ്മൾ ബാക്കോട്ട് പോവുക. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, നെഗറ്റീവ് വരുത്താതെ ശ്രദ്ധിക്കുക. നമ്മൾ എത്ര മാർക്കിനാണോ എഴുതി ആ മാർക്ക് നമുക്ക് സേഫായിട്ട് അവിടെ ഉണ്ടാവണം. അതിന് നമ്മൾ നെഗറ്റീവ് വരുത്താതിരിക്കുക. പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുവാണ്, നമ്മൾ 6 മാസം പഠിച്ചോട്ടെ, 1 കൊല്ലം പഠിച്ചോട്ടെ, എത്ര പഠിച്ചോട്ടെ, ആ എക്സാം അടുപ്പിച്ച് നമ്മൾ ചെയ്യുന്ന പ്രിപ്പറേഷൻ അത് നമ്മുടെ എക്സാമിന് എഫക്റ്റ് ചെയ്യും. നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ, ബാഡ് ആയിട്ടാണെങ്കിൽ ആ രീതിയിൽ. അതായത് മാരത്തോണുകൾ, ലൈവ് ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ടോ നമുക്ക് സ്വയം തോന്നുമല്ലോ. ഇപ്പം ഞാൻ സൈലം സ്റ്റുഡൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ സൈലത്തിൻ്റെ മാരത്തോൺ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്, അതേപോലെ ആപ്പിലെ റിവിഷൻ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എനിക്ക് അതിൽ നിന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് മാത്സും അതേപോലെ സൈക്കോളജിയും. അത് അവരുടെ റിവിഷൻ ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. മാത്സ് സാറ് ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഭൂരിഭാഗവും വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ സൈക്കോളജി അറിയാലോ, മൻസൂർ സാർ എടുത്തിട്ടുള്ള സൈക്കോളജി സാർ എടുത്തതുകൊണ്ടാണ് എനിക്ക് അത്രയും നന്നായിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. എന്നിട്ടും ഞാൻ പറഞ്ഞു, എൻ്റെ അശ്രദ്ധ കൊണ്ട് ഞാൻ ആ കമ്മീഷൻ കൊണ്ടുപോയി തെറ്റിച്ചത്, അതെൻ്റെ അശ്രദ്ധയാണ്. ഞാൻ പറയുന്നു, ആ അവസാന ദിവസങ്ങളിൽ നിങ്ങൾ സ്മാർട്ടായിട്ട്, ടെൻഷൻ ഇല്ലാണ്ട്, കൂളായിട്ട്, ശാന്തമായിട്ട് പ്രിപ്പയർ ചെയ്താൽ നല്ല റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും. അനാവശ്യമായി ടെൻഷൻ അടിച്ചാൽ നമ്മുടെ ഉള്ളതും കൂടി പോവുകയുള്ളൂ. മനസ്സിലാക്കുക, ഈ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്യുക. പരീക്ഷേൻ്റെ ഒരാഴ്ച മുമ്പ് നിങ്ങൾ പഠിക്കുന്നത് എന്ത് ചെയ്യുക, അതായത് റിവിഷൻ ചെയ്യുക. ആ ഒരു ടൈമിൽ എല്ലാ സബ്ജക്റ്റിനും ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് ഓടിച്ച് വായിക്കുക. പുതിയത് പഠിക്കണ്ട, നിങ്ങൾ പഠിച്ചത് ഒന്നും കൂടി നന്നായിട്ട് പഠിച്ചോ, അതൊന്ന് പക്കയായിട്ട് വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒരു 2 തവണ നിങ്ങൾ വായിക്കണം കേട്ടോ, എന്നാൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ശരി, ആരുടെയും സമയം കളയുന്നില്ല, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് വീഡിയോസ് ചെയ്യാം. ഞാൻ തൊഴിൽ വാർത്തയിൽ നിന്നും ഇതിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാറ്, നിങ്ങൾക്കറിയാം. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണാം. ഈ സമയത്ത് നിർബന്ധമായിട്ടും കാണണമെന്നോ ഫോളോ ചെയ്യണമെന്നോ കമൻ്റ് ഇടണമെന്നോ ഒന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആ തൊഴിൽ വാർത്തയിൽ നിന്നുള്ള കാര്യങ്ങൾ വേണം. അതിൻ്റെ എക്സ്ട്രാ എനിക്ക് അറിയുന്ന പോയിന്റ്സും ബാക്കി ബുക്ക് റെഫർ ചെയ്തിട്ടുള്ള പോയിന്റ്സൊക്കെ പറയണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ മാക്സിമം ചെയ്യാറുള്ളത്. അപ്പോഴേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ കേട്ടോ. എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. LPSA വരെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.